ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതും എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ രാവിലെയാണ് കേട്ടോ കാണിക്കണത്. എടുത്തിട്ട് 2 ദിവസമായി. എനിക്കിപ്പോഴേ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ പാടെ ഞങ്ങൾ പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. കൂണൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പാടത്തെ വരമ്പെല്ലാം പന്നി കുത്തി നിരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ വഴിയുടെ നല്ല പ്രശ്നമുണ്ട്. കുട്ടികൾ സ്കൂളില്ലാത്തതുകൊണ്ട് 2 ദിവസമായിട്ട് ഇവിടെ ആയതുകൊണ്ടേ ഞാനും ഏട്ടനും ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ. അങ്ങോട്ട് ചായ പോലും കുടിക്കാൻ നിൽക്കാതെയാണ് കേട്ടോ ഞാനും ഏട്ടനും മനുവും കൂടിയിട്ട് ഇറങ്ങിയത്. ഇത് കൂണ് കിട്ട് കഴിക്കുന്നതിലേക്കാൾ സന്തോഷം അതിങ്ങനെ തെരഞ്ഞ് കണ്ടുപിടിക്കണല്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു 4-5 എണ്ണൊക്കെ കിട്ടിയുള്ളൂ. അപ്പൊ ഞാൻ നേരെ അമ്മയുടെ അടുത്ത് കൊണ്ടുകൊടുത്തു കേട്ടോ. അമ്മ എന്നിട്ട് കറി വെച്ച് തന്നത് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളിന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഇടയ്ക്കൊക്കെ കിട്ടണതല്ലേ, അപ്പൊ കുഴപ്പമില്ലാതെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി കഴിച്ചോളെന്ന് പറഞ്ഞു കേട്ടോ. കൂണ് പറിക്കണേന്റെ 1-2 ക്ലിപ്സൊക്കെ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളെ വീടിന്റെ മുന്നിലുള്ള കുളമാണ് കേട്ടോ. ഞങ്ങൾ ചെറുതാവുമ്പോ കുളി നനക്കതിലായിരുന്നേ. ഇപ്പൊ പിന്നെ ആരും ഈ കുളത്തിലേക്കൊന്നും വരാതെ ആയിട്ട്. വീടിന്റെ ചുറ്റോറും കുളമായിട്ട് എന്താ കാര്യം, എനിക്കിതുവരെ നീന്താൻ അറിയില്ല കേട്ടാ. അപ്പൊ മക്കൾക്കും അറിയില്ല. അപ്പൊ ഏട്ടൻ പറയുന്നുണ്ട് കുട്ടികൾക്കെങ്കിലും നീന്തൽ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 കൊട്ടത്തേങ്ങ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അവരെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൊട്ടത്തേങ്ങ 2ഉം കൂട്ടി കെട്ടിയിട്ടേ നമുക്ക് കുട്ടികളെ അതിന്റെ മേലെ കെടുത്തിയിട്ട് നീന്തൽ പഠിപ്പിക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ട്യൂബ് ഉണ്ടാവുമല്ലോ, ടയർ, അതുമൊക്കെ എടുത്തിട്ടും പഠിപ്പിക്കാം. എന്നൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ ആരും പഠിപ്പിക്കാനും ശ്രമിച്ചിട്ടില്ല. ഞാനാണ്ട് പഠിക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് വെള്ളം എന്നൊക്കെ പറഞ്ഞ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നേ. ഞങ്ങൾ 3 പാടത്തേക്ക് ഇറങ്ങിയപ്പോഴേ സിദ്ധു എഴുന്നേറ്റുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവനും ഞങ്ങളെ തെരഞ്ഞു വന്നു. ഇതിലൊക്കെ നിറയെ മീൻകുട്ടികളാട്ടോ. ഈ പരലിന്റെ കുട്ടികളുണ്ടല്ലോ, നിറച്ചും അതാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ കല്ല് വെട്ടുന്ന ചെങ്കല്ലെടുക്കുന്ന കോറി ഉണ്ടായിരുന്നില്ലേ, അതായിരുന്നു കേട്ടോ. പിന്നെ അതിന് പറ്റാണ്ടും എന്തോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിർത്തിപ്പോയ സംഭവമാണ് കേട്ടത്. അതിന് മാത്രം ആഴമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വെറുതെ ഇറങ്ങി. തവള കുട്ടികളാണ് കേട്ടോ. അത് തവളയുടെ കുട്ടികളാന്ന് കേട്ടപ്പോ പിന്നെ മനു വെള്ളത്തേക്ക് ഇറങ്ങില്ല. അവന് ഭയങ്കര പേടിയാണ് തവളേനെ. ഞാൻ കുറേ എണ്ണത്തിന് കയ്യിലെടുക്കാനൊക്കെ നോക്കി നോക്കി. പക്ഷെ ഭയങ്കര കണ്ണിങ്ങാണ് കേട്ടോ വിറ്റകൾക്ക്. ഒരെണ്ണം പോലും കയ്യിലൊന്നും കാലിലൊന്നും തടയണില്ല. ഞങ്ങളൊക്കെ ചെറുതാവുമ്പളേ ഈ തവളയുടെ കുട്ടികളെ തോർത്തുകൊണ്ട് പിടിച്ചിട്ട് ചില്ലിന്റെ കുപ്പി ഉണ്ടല്ലോ പൊട്ടുന്നത്, അതിലാക്കിയിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കായിരുന്നു കേട്ടോ. മീനാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ചിരിയാണ് കേട്ടോ വരണത്. എൻ്റെ ഇടയിൽ സിദ്ധു പറയുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ ഇത് മീനിന്റെ കുട്ടികൾ തന്നെയാവും, നമുക്കിത് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ, നമുക്കിത് അക്വേറിയത്തിൽ ഇട്ടാലോ, ഫിഷ് ടാങ്കിൽ ഇട്ടാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ചെടിയാണ് കേട്ടോ കീഴാർനെല്ലി. ഇതെന്തോ ഒരുപാട് ഔഷധ ഗുണമൊക്കെ ഉള്ളതാണ്, ഒരു മരുന്നാണ്. പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. കണ്ടപ്പോ വെറുതെ എടുത്തതാണ്. കാട്ടുപന്നിയുടെ ശല്യം മാത്രമല്ല കേട്ടോ, നല്ല മയിലിന്റെ ശല്യമുണ്ട്. മയിലും കുട്ടികളും ഒരുപാടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഏരിയയിൽ. മഴക്കാർ കണ്ടപ്പോൾ അതേ ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാലേ രാവിലെ എഴുന്നേറ്റാൽ കുറെ നേരം ഇങ്ങനെ നടക്കുകയാണ് വെച്ചാൽ നമ്മളെ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആവും കേട്ടോ. നമ്മളാകെ മൊത്തം ഒന്ന് റിഫ്രഷ് ആയ പോലെ തോന്നും. പൊതുവെ ഞാൻ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് ഓടുകയാണ് കേട്ടോ ചെയ്യുക. 8-9 മണിയൊക്കെ ആകുമ്പോഴേക്കും എല്ലാതും റെഡി ആവണ്ടേ എന്നുള്ള ഇതില് നമ്മൾ നേരം പോലെ ഒന്ന് മോർണിംഗ് എന്താണെന്ന് ആസ്വദിക്കാൻ പോലും നിൽക്കാറില്ല കേട്ടോ. ഒക്കെ എന്തുമാത്രം പൂക്കളാ വിരിഞ്ഞിരിക്കണേ അല്ലേ. ഇനി ആ ഓണസമയം ആവുമ്പോൾ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ച് കാശെത്തുമ്പോൾ മാത്രം. ചായ പോലും കുടിക്കാൻ നിൽക്കാതെയാണ് കേട്ടോ രാവിലെ അവരെ പിന്നാലെ പാടത്തേക്ക് ഇറങ്ങിയത്. ഒരു നേരെ വന്ന് ചായയൊക്കെ കുടിച്ച്, ചായക്ക് ദോശയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. അവരൊക്കെ കുടിച്ചിരുന്നു, ഞങ്ങൾ മാത്രമേ കുടിക്കാണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരുപാട് മീനുകൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ. പലതരം മീനുകളുണ്ട് ഇപ്പം അതില്. ഇവളാണ് കേട്ടോ ചിക്കു. ഇവളാണ് ശരിക്കും നമ്മൾ എടുത്തു കൊടുത്ത് വളർത്തിയൊന്നും അല്ല കേട്ടോ, നമ്മളെ വീട്ടിൽ അങ്ങനെ വന്ന് കൂടിയതാണ്. ഈ പെട്ടി ഞങ്ങൾ ചെറുതാകുമ്പോൾ ഞങ്ങളെ അമ്മ ഒന്ന് കൈകൊണ്ട് തൊടിയിക്കാൻ പോലും സമ്മതിച്ചായിരുന്നില്ല കേട്ടാ. പുതിയ തുണികളൊക്കെ ഇട്ടയ്ക്കാൻ മാത്രമായിട്ടുണ്ടായിരുന്നായിരുന്നു. ഇപ്പം അമ്മ അതിൽ ബ്രഹ്മിയാണ് കേട്ടോ വളർത്തുന്നത്. ചെറിയ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് ബ്രഹ്മി ബെസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ചെറുപ്പത്തിൽ കുറേ കുടിച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ലേ? ബുദ്ധിക്കും ശക്തിക്കും സന്തോഷ് ബ്രഹ്മി. അങ്ങനെ നമുക്ക് വീടിന്റെ മുറ്റത്തുനിന്ന് കുറച്ച് കൂണ് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ നന്നാക്കിയിട്ട് അമ്മയുടെ കയ്യിൽ കൊടുത്തുട്ടാ. അമ്മ അത് അടിപൊളിയായിട്ട് കറിയൊക്കെ വെച്ചെന്നേ. അങ്ങനെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, നല്ല വെയിലായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തിരിച്ചു പോരുകയും വേണം. അപ്പൊ ഞങ്ങൾ പിന്നെ വേഗം അവിടുന്ന് 2 കൊട്ടത്തേങ്ങ എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തുട്ടാ. അപ്പുറം ഇപ്പുറം സാരി കൊണ്ട് കെട്ടി ഞങ്ങൾ അവർ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കുളത്തിലേക്ക് പോകും. കണ്ടേ ചെന്തമിഴിൽ തേങ്കുടന്ന് പൂങ്കുയിൽ പാടുന്ന
പാട്ട് നന്നായില്ലേ? അവനോട് ആരോ പറഞ്ഞിട്ടുണ്ട് ഇത്ര വെള്ളത്തിൽ കിടന്ന് പാടിയാലേ സ്വരം നന്നാവുന്ന്. അതാണ് അപ്പൊ കേട്ടത്. പിന്നെ നമ്മൾ നേരെ വന്ന് വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോവാൻ റെഡി ആയിട്ടോ. അപ്പം നമുക്ക് ഇറങ്ങാൻ നേരത്തെ അച്ഛനും അമ്മയും പേരയുടെ തൈ റംബുട്ടാന്റെ തൈയൊക്കെ തന്നു കേട്ടോ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.